ഫാമിലിയിൽ നടക്കുന്ന ഒരു കഥയാണ്. അച്ഛൻ മകൻ റിലേഷൻഷിപ്പിന് എപ്പോഴെങ്കിലും ഒന്ന് മുഖ്യമന്ത്രി ആവാനൊരു സാധ്യതയോ എല്ലാം ആഗ്രഹമുണ്ട്. എന്തായിരിക്കും ഉണ്ട്? എനിക്കുള്ളൊരു ആഗ്രഹം പറയാം. നമ്മൾ നടത്തി തരാൻ പറ്റും. ഹോട്ടലുകളിൽ വൃത്തി വേണം. അപ്പൊ മുഖ്യമന്ത്രി ഹോട്ടലുകളിൽ ഇറങ്ങി പരിശോധന നടത്തണം. സാറെന്താ ഇവിടെ? നന്നായിരുന്നടാ. അപ്പൊ മലർവാടിയിലേക്കും നിനക്ക് കിട്ടിയത് ഞാൻ സംവിധാനത്തിലേക്ക് അടുത്ത പടം അങ്ങ് ചെയ്താലും സർവമായി നമ്മൾ ഒരുമിച്ച് കണ്ടിട്ട് നിവിൻ രാത്രി ഒരു മെസ്സേജ് നമ്മൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു കാര്യം തന്നെ ഒരു 7 രീതിയിൽ അഭിനയിച്ച് കാണിക്കാം. നമ്മളൊക്കെ ഒരെണ്ണം വെച്ച് സൈഡിലിരിക്കണം. അങ്ങനെ ജീവൻ ഇച്ചിരി ഓവറാവുന്നത് എന്തോ അന്ന് എന്നോട് ചിരിച്ചു പുള്ളിക്കാരിയൊക്കെ സംസാരിച്ചു കേട്ടോ. വാടകയൊക്കെ തന്നു. അപ്പൊ കട്ട്ലറ്റ് അല്ലേ? കഴിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെന്തെങ്കിലും ഒരുപാട് ഇമ്പ്രൂവ് ആവാനുണ്ട്. പയ്യെ ഇമ്പ്രൂവ് ആവുമായിരിക്കും. ക്വാളിറ്റിയിലാണ് പടം എടുക്കാൻ വേണ്ടി സാറ് ശ്രമിച്ചിട്ടുള്ളത്. വലിയ ക്യാൻവാസിൽ പറഞ്ഞേക്കുന്നു. പിന്നെ നമസ്കാരം. 10 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നിക്കുകയാണ്. ഇടയിൽ ഒന്നിച്ചു. പക്ഷേ 10 വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ പ്രേമം എന്ന സിനിമയ്ക്ക് ശേഷം ഇടയിൽ ഞണ്ടുകളുടെ നാട്ടിലിടവേള, അതിനുശേഷം അവർ വീണ്ടും ഒന്നിക്കുകയാണ് പ്രതിച്ഛായയുമായി. ഷറഫുദ്ദീൻ, ശ്രീനിവാസ് പോളി. സാറെന്താ ഇവിടെ? നന്നായിരുന്നടാ. അല്ല, നിങ്ങൾ ഈ സിനിമയിലുണ്ടോ? ഞാനില്ല. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കും? ഉണ്ണി സാറ് പറഞ്ഞു വെറുതെ കാണാൻ വരാൻ. ഉണ്ണിസാറിന്റെ കൂടെ ഇരിക്കണം. അല്ല, ഇതല്ലേ രസം ഫ്രെയിമില്. ഇതാമൊരു രസം വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. അതെ, വെറുതെ വർത്താനം പറയാൻ. അതെ. സാറ് മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ ഈ സിനിമയിൽ? അല്ലല്ല, ഞാൻ വിളിച്ചേയില്ല. ഈ ജോഷി സാറും ഉണ്ണി സാറും ഒരു പടത്തിൽ വിളിച്ചു, എന്നെ പറഞ്ഞു വിട്ടു. ആ കഥ പിന്നെ പറയാം. ഓക്കെ. ഇവിടെ ഇപ്പൊ പ്രസക്തിയൊന്നും ഇല്ല. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ കാണുക. എന്താണ് പ്രതിച്ഛായ? അങ്ങനെ പ്രതിച്ഛായ എന്ന് പറയുമ്പോൾ ഇമേജ് അല്ലേ? ഇമേജ്. അത്തരത്തിൽ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള 2 ആൾക്കാരാണോ? എല്ലാവരും അങ്ങനെയാണ്. നിങ്ങൾ അങ്ങനെയാണ്? ആൾക്കാർ ചോദിച്ച ആളോട് മാറിപ്പോയി. അങ്ങനെയല്ലല്ലോ. അതെ അതെ, നമുക്ക് എന്തു ആവാം. അപ്പോൾ ഈ പ്രതിച്ഛായ ഈ സമയം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ April 9 ഇലക്ഷനാണ്. അപ്പോൾ ഈ ഇത് റിലീസൊക്കെ നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണോ? അല്ലല്ല, അങ്ങനെ ഇതൊരു ആക്ച്വലി ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു കഥയാണ്. അച്ഛൻ മകൻ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ്. പൊളിറ്റിക്സ് അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് മാത്രമാണെന്നുള്ളൂ. പിന്നെ റിലീസ് ഇപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് സമയം സാറ് തീരുമാനിച്ചത്. റെലവന്റ് ആണ് ഈ സമയത്ത്. ഈ സബ്ജക്റ്റ് ഇപ്പൊ റെലവന്റ് ആണ്. നമ്മള് രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട്. അതെ അതെ അതെ, അതും അതെ അതെ അതെ, അതും രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ അല്ലേ നമ്മൾ രാഷ്ട്രീയ മൊത്തത്തിൽ താല്പര്യമുള്ള ഒരു വിഷയമാണ്. നല്ല പൊതുവായിട്ട് ഞാൻ രാഷ്ട്രീയം വീക്ഷണമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന പോലെ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഉണ്ണിയേട്ടൻ ഈ കഥ പറയും, ഉണ്ണിയേട്ടൻ അത്യാവശ്യം രാഷ്ട്രീയ വീക്ഷണവും കൃത്യമായ രാഷ്ട്രീയമുള്ള ആളാണ്. അപ്പോൾ ഉണ്ണിയേട്ടൻ ഇങ്ങനെ ഒരു സിനിമ അപ്രോച്ച് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഉണ്ണിയേട്ടൻ, എനിക്ക് തോന്നുന്നു ഉണ്ണിയേട്ടൻ എന്താണെങ്കിലും അത്തരം കരുത്ത് സ്റ്റാൻഡുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡുള്ള ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കഥ പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനും അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ നിങ്ങളടുത്ത് വന്നതാണോ? നിങ്ങൾക്ക് അത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉള്ളത് കൊണ്ട് വന്നതാണോ? അതോ അറിവില്ലാത്തത് കൊണ്ട് 2 പേരെ വെച്ച് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാൻ ഉപയോഗിച്ചതാണ്? അല്ലല്ല, അങ്ങനെ ഞാൻ ചോദിച്ചത് ഒന്നും അറിയാത്ത ചില മണ്ടന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ചെയ്തു. ഞാനത് കുറച്ച് പോളിഷ് ചെയ്ത് ചോദിച്ചതാ. അത് കുറച്ച് പോളിഷ്ഡ് ആയിരുന്നു, ഇത്തിരി ബെറ്റർ ആയിരുന്നു. ഇതിൽ ഏത് കാറ്റഗറിയിലാണ്? ഫസ്റ്റ് കാറ്റഗറി? ഫസ്റ്റ് കാറ്റഗറിയിലല്ല. അല്ല, പക്ഷെ 2ാമത്തെ കാറ്റഗറി പറയാനും പറ്റില്ല. നിങ്ങൾക്കൊരു സ്ട്രോങ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇല്ല. സ്റ്റാൻഡ് ഉണ്ട്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് സാറ് വിളിച്ചിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ചോദിച്ചിട്ടല്ല കഥ പറഞ്ഞത്. ഈ സിനിമയ്ക്ക് അതിന് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതായത് ഇത് അങ്ങനെ ഒരു നയം വ്യക്തമാക്കൽ പരിപാടിയല്ല. ഇതൊരു എന്റർടൈനർ ആണ്, ഒരു ഫാമിലി സിനിമയാണ്. ഞാൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നതിൽ ഈ സീരിയസ് ആയിട്ടോ നമ്മൾ ഇമേജിനെ കുറിച്ച്, പ്രതിച്ഛായയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ പ്രതിച്ഛായ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ശരിക്കും ഏറ്റവും കൂടുതൽ അത് വരുന്നത് പൊളിറ്റീഷ്യൻസ്,
പിന്നെ ഇപ്പോൾ സൊസൈറ്റിയിലുള്ളവർ സിനിമാ നടന്മാർ അല്ലെങ്കിൽ സിനിമയിലുള്ളവർ, പിന്നെ ഇപ്പോൾ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ പ്രതിച്ഛായ ഇമേജ് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന ഒരു, അല്ലെങ്കിൽ ഇമേജ് നന്നായിട്ട് ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവർക്കൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, കോട്ടം തട്ടാറുണ്ടല്ലോ ഇതിന്. അപ്പം ഇങ്ങനെ അതെ കോട്ടം തട്ടാറുണ്ട്. അപ്പം ഇങ്ങനെ കൊട്ട മുമ്പ് തട്ടിയിരുന്നല്ലോ, നമ്മൾ പുറത്തിറങ്ങിയല്ലോ. അതെ അതെ. അപ്പൊ അങ്ങനെ കോട്ടം തട്ടുന്ന കേസിൽ നമ്മൾ മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ളത്, കുടുംബങ്ങളുണ്ട്. എല്ലാം സത്യമാണെന്ന് വരാൻ പറ്റില്ല, ചില സത്യമായിരിക്കും, സത്യമല്ലാത്ത ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് കുടുംബങ്ങൾ ഇത് അനുഭവിക്കുന്നുണ്ടാവും. മനസ്സിലായി. അപ്പൊ ഇതിലൊരു ഇമോഷണൽ സ്പേസ് ഉണ്ട്. അത് കുറച്ചും കൂടി കാര്യമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു സിനിമയാണ്. അത് ഇവിടെ ഒരു പറഞ്ഞു കേട്ടു, അളിയൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ളൊരു റീസൺ ഇതിലെ ഫാദർ സൺ ഇക്വേഷൻ ഭയങ്കര വർക്ക് ഇഷ്ടം തോന്നി. അതിനെ കുറിച്ച് എന്തെങ്കിലും? അതാണ് അച്ഛൻ മകൻ റിലേഷൻഷിപ്പിന് അത് ഭയങ്കര രസകരമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. അച്ഛന് വേണ്ടി മകനും മകനെ വേണ്ടി അച്ഛനും നിൽക്കുന്നൊരു ഭയങ്കര രസമുള്ള ഒരു ഇമോഷണൽ സ്റ്റോറി ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ രാഷ്ട്രീയമാണ് ബാക്ക്ഡ്രോപ്പ് എങ്കിലും എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു കുടുംബമുണ്ടല്ലോ. അതാണ് അവർ അനുഭവിക്കുന്ന പല പല പ്രശ്നങ്ങളുണ്ടാവും, കേസ് ഉണ്ടാവും, അലിഗേഷൻസ് ഉണ്ടാവും. ഇതിൽ ഇവർ മാത്രമല്ല അത് അനുഭവിക്കണം, അവരുടെ ഫാമിലി, മക്കൾ, ഭാര്യമാർ, അല്ലെങ്കിൽ എല്ലാവരും ഇത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആംഗിൾ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പ് ആണെങ്കിലും ഇത് ഒരു സ്റ്റാൻഡ് വ്യക്തമാക്കാം അങ്ങനെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിനിമയല്ല. എല്ലാ പൊളിറ്റീഷ്യൻസിനും ഒരു ഫാമിലി ഉണ്ട്. അതാണ് ഈ സിനിമയുടെ മെയിൻ പറഞ്ഞു പോകുന്നത്. ഉണ്ണിസാർ ഈ സിനിമ ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഉണ്ണിസാർ ഈ സിനിമ ഇങ്ങനെ കണ്ടത് ഇങ്ങനത്തെ ഒരു സിനിമയെ അതല്ല, സാറിന്റെ രാഷ്ട്രീയമായിട്ട് സാറിന്റെ പൊളിറ്റിക്സ് നമുക്ക് കുറച്ചൊക്കെ അറിയാവുന്ന കാരണം കൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു ഇതിൽ സാർ ഈ സിനിമ ചെയ്യാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ സിനിമയ്ക്ക് ട്രൈ ചെയ്ത് ഭയങ്കര കംപ്ലീറ്റ്ലി ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ മാത്രം ഒരു സിനിമ. അതാണ് നിങ്ങൾ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ആശയമല്ല അദ്ദേഹം ഈ ഫിലിമിന് ഇത് ചെയ്തേക്കുന്നത്. പുള്ളിക്കൊരു പ്ലോട്ട് ഇത് പറയേണ്ട കഥയാണ് എന്ന് തോന്നിയിട്ട് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ വളരെ ഇതായിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ആ വിഷയത്തെക്കുറിച്ച് തന്നെ ഇതിലൊരു വിഷയം സംസാരിക്കുന്നുണ്ട്. ഈ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ല, അത് തന്നെയാണ് ഓൺലൈനിലാണെങ്കിൽ. അല്ലാതെ ഈ സിനിമയെക്കുറിച്ച് പ്രേക്ഷകർ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു പ്രൊപ്പഗാൻഡ പടമാണ് ഉണ്ണിസാറിൻ്റെ എന്നുള്ളത്. ഉണ്ണിസാർ ആയതുകൊണ്ട് ഇത് പ്രൊപ്പഗാൻഡ ആയിട്ട് വരില്ല. അതാ അങ്ങനത്തെ ഒരു ചോദ്യം ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാം, ആണോ അല്ലയോ? പ്രൊപ്പഗണ്ട എന്ന് വിളിക്കുന്നത് എപ്പോഴും ഇപ്പൊ രാഷ്ട്രീയം പറയുമ്പോൾ ഇപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ക്രൗഡിന് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അതിനെ പ്രൊപ്പഗണ്ട എന്ന് വിളിക്കാം. ഇപ്പൊ രാഷ്ട്രീയം പറയുമ്പോൾ ഇപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ക്രൗഡിന് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അതിനെ പ്രൊപ്പഗണ്ട എന്ന് വിളിക്കാമല്ലോ. എന്തിനും പ്രൊപ്പഗണ്ട എന്ന് വിളിക്കാമല്ലോ, ഒരു സത്യത്തിന് അല്ലേ? അങ്ങനെയല്ല കാണുന്നത്. അപ്പം അതുകൊണ്ട് പ്രൊപ്പഗണ്ട എന്ന് നാളെ വിളിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ ഉണ്ണിസാർ ഇത് ചെയ്യുന്നിടത്ത് അതിനുള്ള സാധ്യത തോന്നില്ല, കുറവാണ്. ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് സിനിമയുടെ ഒരു കഥയും വെച്ചിട്ട് ഒരിക്കലും അത് വേറെ രീതിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയമുള്ള ആൾക്കാരുണ്ട്? ഉണ്ട്. അല്ല, എനിക്ക് രാഷ്ട്രീയമുണ്ട്. ഞാൻ ന്യൂട്രലാണ്. ഞാൻ അതിലധികം ശ്രദ്ധ കൊടുക്കാത്ത ആളാണ് രാഷ്ട്രീയപരമായിട്ട്. പൊളിറ്റിക്കൽ അല്ല, പൊളിറ്റിക്സിൽ അങ്ങനെ ഭയങ്കരമായി ശ്രദ്ധ കൊടുക്കാറില്ല. കക്ഷി രാഷ്ട്രീയം ഉദ്ദേശിക്കുന്നത്. ഇപ്പം നടന്മാർക്ക് രാഷ്ട്രീയം തുറന്നു പറയുന്നതിൽ ആക്ച്വലി എന്തെങ്കിലും പേടിയുണ്ടോ? അല്ല, അതിലും കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം നമ്മൾ ഓരോ ക്യാരക്ടറൊക്കെ ആയിട്ട് സിനിമയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുക, നമ്മളുടെ സിനിമകളോട് നമ്മളൊരു പ്രത്യേക കാറ്റഗറിയിൽ നിർത്താതിരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളും കൂടി അറിഞ്ഞു വെച്ച് മാനേജ് ചെയ്യേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ബേസിക് ആഗ്രഹം. അതൊരു ബേസിക് കാര്യമാണ്. അപ്പൊ അത് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മുടെ രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു ഇപ്പം സോ കോൾഡ് ഒരു എ പാർട്ടിയിൽ താങ്കൾ അധിഷ്ഠിതമായി അതിലൊരു ചായ്വ് കാണിച്ചാൽ ബാക്കി ബി സി ഡി ഒക്കെ താങ്കളെ വെറുക്കും, നമുക്കൊരു അൺഹാപ്പിനെസ് ആണ്. അപ്പൊ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നടന്റെ ഡിമാൻഡ് കുറയുന്ന പോലെ നടന്റെ നടിമാർക്ക് പണ്ട് ഇപ്പോഴും നടന്മാരെ കുറിച്ച് ചിന്തയാണല്ലേ. നടിമാര് പലരും, വിവാഹിതരായിട്ടുള്ള പലരും കല്യാണം കഴിക്കാത്ത തന്നെ പ്രധാന കാരണം അവരുടെ മാർക്കറ്റ് കുറഞ്ഞു പോകും എന്നുള്ള പേടിച്ചിന്തയുള്ള പണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഭയങ്കര ഇപ്പോഴും. അപ്പൊ നിങ്ങൾ ഈ കറന്റ് പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സിനാരിയും ഒക്കെ ആയിട്ട് കൃത്യമായ അപ്ഡേഷൻ ഉള്ള ആൾക്കാരാണ്. അങ്ങനെയല്ല, രാഷ്ട്രീയം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ എനിക്കൊരു അഭിപ്രായം ഉണ്ടാവാറുണ്ട് എന്തൊരു കാര്യത്തിൽ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇത് ശ്രദ്ധിക്കുന്ന ആള്
ഷറഫാണ്. ഗോബൂസിലെ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയ സജീവ ചർച്ചകൾ ഉണ്ടാവും. ഷറഫാണ് ഏറ്റവും വളരെ പ്രോമിനന്റ് രാഷ്ട്രീയം സംസാരിക്കുന്നത്. താത്വികമായിട്ട് കാര്യങ്ങൾ അവലോകനങ്ങൾ. അതായത് കേരളത്തിലല്ല, ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ് വരെ കൃത്യമായിട്ട് പുള്ളി പഠിച്ചു വെച്ചിരിക്കും. അതെ, കുറച്ചു മുമ്പ് നമ്മൾ ചായ പിടിച്ചപ്പോൾ ലിബിയ വരെ പോയി. ലിബിയയിൽ പറഞ്ഞു, ലിബിയയിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ എങ്ങനെയാണ് ആൾക്കാർ, എല്ലാ